ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജ് BJP സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് PC ജോർജ് നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. പൂഞ്ഞാറിൽ മികച്ച സ്ഥാനാർത്ഥി PC ജോർജ് ആണ് എന്നാണ് BJP ജില്ലാ കമ്മിറ്റിയുടെയും വിലയിരുത്തൽ. ഷിനോജ് വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ഷിനോജ്, ഇപ്പോൾ പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ PC ജോർജാണ്. പക്ഷേ കഴിഞ്ഞ ടൈമിൽ PC ജോർജിന് അടിപതറിയതാണ്. എന്നാൽ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള കരുത്തും കപ്പാസിറ്റിയും ഒക്കെ PC ജോർജ് നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്നതും ചരിത്രമാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ PC ജോർജ് വല്ലാതെ ആഗ്രഹിച്ചു. BJPക്ക് ഒപ്പം ചേർന്നു. പക്ഷേ അന്ന് സീറ്റ് നൽകിയില്ല. അപ്രതീക്ഷിതമായി പേര് വെട്ടപ്പെട്ടു. ഇത്തവണ ഉറപ്പായും കിട്ടും എന്ന പ്രതീക്ഷയുണ്ടോ PCക്ക്? രതീഷ്, പൂഞ്ഞാറിൽ PC ജോർജ് തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം പൂഞ്ഞാറിൽ PC അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, കാരണം പരമാവധി വോട്ട് സമാഹരിക്കുന്ന സമയത്ത് PC അല്ലാതെ മറ്റൊരു നേതാവിനെ BJPക്ക് പൂഞ്ഞാറിൽ പ്ലേസ് ചെയ്യാനില്ല. അതേസമയത്ത് PC ജോർജിന് അവിടെ വെല്ലുവിളിയായിട്ടിരുന്ന ഘടകമെന്ന് പറയുന്നത് മകൻ ഷോൺ ജോർജ് മത്സരിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെ എങ്ങനെ സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യമായിരുന്നു. അതേസമയത്ത് BJP, അതായത് നമുക്കറിയാം BJPയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് അവർക്ക് ആകെ 30 ജില്ലകളാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഈസ്റ്റ് ജില്ലയിൽ വരുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ എന്ന് പറയുന്നത്. അതേസമയത്ത് തന്നെ ഷോൺ ജോർജ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന പാല എന്ന് പറയുന്നത് BJPയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്ന മണ്ഡലമാണ്. അതിനാൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി നൽകുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് PC ജോർജും ഷോൺ ജോർജും ഇത്തവണ BJPക്ക് ടിക്കറ്റിൽ മത്സരിക്കും. അതേസമയത്ത് തന്നെ കഴിഞ്ഞ തവണ 17,000-ഓളം വോട്ടിനാണ് PC ജോർജ് പരാജയപ്പെട്ടത്. ആ ഒരു വോട്ട് ഷെയർ മറികടക്കുക എന്ന് പറയുന്നത്, ആ ഒരു ലീഡ് മറികടക്കുക എന്ന് പറയുന്നത് PC സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണ് ഇത്തവണ. അതേസമയത്ത് കഴിഞ്ഞ 5 വർഷവും ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ കല്യാണ മരണ വീടുകളിലൊക്കെ തന്നെ PC സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത്തവണയും വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് PC ജോർജ് ഉള്ളത്. എന്തായാലും PC തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഇത്തവണ ഉറപ്പിക്കാൻ കഴിയുന്ന നിലവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ഫോർമുല BJPയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം നേരത്തെ അത്തരത്തിൽ സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ ഒരു സ്ഥാനത്തേക്ക്, ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് PC ജോർജിനെ പരിഗണിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി PC ജോർജിനെ ആ തരത്തിൽ പരിഗണിക്കുന്നു. അതിനാൽ തന്നെ ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന തരത്തിൽ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയത്ത് പൂഞ്ഞാറിൽ മറ്റൊരു ഓപ്ഷൻ BJPക്ക് ഇല്ല. അതിനാൽ തന്നെ PC ജോർജ് ഇത്തവണ മത്സരിക്കാൻ പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന സാധ്യത പ്രബലപ്പെടുകയാണ്. PC ആയിരിക്കും സ്ഥാനാർത്ഥിയെ ഏറെക്കുറെ ഉറപ്പിക്കാമെന്നാണ് ഷിനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ PC ജോർജിന് പൂഞ്ഞാറിൽ അടി പതറിയതാണ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ്. അപ്പോൾ സിറ്റിംഗ് MLA ഉണ്ടാകും, PC ജോർജ് ഉണ്ടാകും. UDF സ്ഥാനാർത്ഥി കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ വസന്ത് തെങ്ങുംപള്ളി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പല പേരുകളും കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിലും വളരെ വൈകാതെ തീരുമാനമാകുന്നതോടെ പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും.